നല്ല മൂവി. ലൂസിഫർ ചെയ്ത എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു? പ്രതീക്ഷയൊന്നുമില്ല, കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ നൈസ് മൂവി, കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? അടിപൊളി. പൃഥ്വിരാജിന്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. മഞ്ജു വാര്യർ എങ്ങനെയുണ്ടായിരുന്നു? മഞ്ജു വാര്യർ കുറച്ചുകൂടെ പവർഫുൾ ആണ് ഈ മൂവിയിൽ, കുറച്ചുകൂടെ നൈസ്. ക്യാമറ വർക്കും ബീജിയും ഒക്കെ എങ്ങനെയുണ്ട്? അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ, ബട്ട് നൈസാണ്. നൈസാണ്. ഫ്രെയിംസ് എല്ലാം അടിപൊളിയാണ്. ഡയറക്ഷനൊക്കെ അടിപൊളി. ടോപ്പ് നോച്ച് ഡയറക്ഷനൊക്കെ അടിപൊളി. പൃഥ്വിരാജ് ആയിരുന്നു ഫുൾ ഫയർ ആയിരുന്നു. മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഹോളിവുഡ് ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു മൂവിയൊന്നും ഇറങ്ങിയിട്ടില്ല. സോ എങ്ങനെയുണ്ട്? ഇവിടെ ഇഷ്ടപ്പെട്ടു. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രതീക്ഷ? അത് ഫുൾഫിൽ ചെയ്തോ? മഞ്ജു ചേച്ചിയൊക്കെ എങ്ങനെയുണ്ട്? മഞ്ജു വാര്യർ സീൻസ് ഒക്കെ ഉണ്ടല്ലോ കാര്യത്തിൽ അടിപൊളിയായിരുന്നു. ക്യാമറ വർക്ക് ബീജിയും ഒക്കെ എങ്ങനെയായിരുന്നു? ഡയറക്ഷൻ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. നല്ലായിരുന്നു. എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അടിപൊളി. കൊള്ളാം. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. നമ്മളെ പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഗഡ്സോടെ തന്നെ എടുത്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്. കൊള്ളാം, നല്ല രീതിയിലുണ്ട്, കുഴപ്പമില്ല. ശരിക്കുള്ള പൊളിറ്റിക്സ് തന്നെയാണ്, വർഗീയ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഗഡ്സ് കാണിച്ചിട്ടുണ്ട്. ഒരു ഡയറക്ടർ അത്രയും ഗഡ്സ് കാണിച്ചല്ലോ, വലിയ കാര്യം തന്നെ. ക്യാമറയും ബിജിഎം വർക്കൊക്കെ എങ്ങനെയുണ്ട്? അതെല്ലാം കൊള്ളാം. നല്ല മോഹൻലാലൊക്കെ കൊള്ളാം. ലാലേട്ടൻ തന്നെ അടിപൊളി. അങ്ങനെ പ്രതീക്ഷ എന്ന് വെച്ചാൽ കൊള്ളായിരുന്നു. ക്യാമറയും ബീജിയും ഒക്കെ എല്ലാം നല്ല. ലാലേട്ടന്റെ ഇൻട്രോ ഒക്കെ അടിപൊളി. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ലൂസിഫർ എമ്പുരാനിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഇവിടെ കൂടെ പറയും എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്തൊക്കെ ഇഷ്ടപ്പെട്ടു. ക്യാമറ വർക്ക് ഫ്രെയിം ഒക്കെ കൊള്ളാം. ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? നൈസ്. മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമ വേണമെങ്കിൽ പറയാമോ? പറയാം. കൊള്ളാം. നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു പ്രതീക്ഷ? ഹൈപ്പിനൊത്ത് വന്നിട്ടില്ല, പക്ഷെ എന്നാലും കൊള്ളാം. വൺ ടൈം വാളിച്ചുള്ളതാണ്. ക്യാമറ വർക്ക് അസാധ്യം, ഒരു രക്ഷയില്ല. ക്യാമറ വർക്കൊന്നും ഒരു രക്ഷയില്ല, അസാധ്യം. പൃഥ്വിരാജിൻ്റെ ഒക്കെ മാനറിസം ഒന്നും ഒരു രക്ഷയില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡയറക്ഷനും പൊളിയാണ് കേട്ടോ. ഫസ്റ്റ് ഹാഫിൻ്റെ ശകലം ലാഗ് വരെ തോന്നിയെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇറ്റ്സ് അമേസിങ്. അങ്ങനെ പറയാം, ഉറപ്പായിട്ടും പറയാം. വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് ഗൂസ് ബംസ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ. സൂപ്പർ. ഒരുപാട് ഗൂസ് ബംസ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. കൊള്ളാം. മേക്കിംഗ് അടിപൊളിയാണ്. നല്ല രസമായിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് വർക്കായി പടം. ലാലേട്ടൻ പൊളിച്ചിട്ടുണ്ട്. ടൊവിനോയുടെ ക്യാരക്ടർ കൊള്ളാം, മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ കൊള്ളാം. പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ മേക്കിംഗ് ആണ് നോക്കുക. എല്ലാവരും ലൂസിഫറിനെയും കാട്ടിയും പൃഥ്വിരാജിന്റെ വേറൊരു മൂവി, പക്ഷെ ലൂസിഫറിന്റെ ചെറിയ കണ്ടന്റ് ഒക്കെ ഉണ്ട്. കൊള്ളാം, നല്ല പടമാണ്. പടം കൊള്ളാം, സൂപ്പർ. സൂപ്പറായിരുന്നു, നല്ല പൊളിച്ചിട്ടുണ്ട്. നല്ല എമ്പുരാൻ കൊള്ളാം, നല്ല സിനിമ. കൊള്ളായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ക്യാമറ വർക്കും കൊള്ളാം. ഒരു ബോളിവുഡ് സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ്. കൊള്ളാം. കൊള്ളോ, ഓൾമോസ്റ്റ് അവരുടെയൊക്കെ മുമ്പേ ഉണ്ടായിരുന്നല്ലോ. കുഴപ്പമില്ല. അടിപൊളിയായി. ഡയറക്ഷനോ സംവിധാനമൊക്കെ എങ്ങനെ? കൊള്ളാം. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ ജംഗിളുള്ള ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായി. നന്നായിരുന്നു. നല്ല ഫിലിമാണ്. മോഹൻലാൽ മഞ്ജു വാര്യർക്ക് എങ്ങനെയുണ്ട്? മഞ്ജു വാര്യർക്ക് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. മോഹൻലാൽ പിന്നെ പറയാനില്ല, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. ക്യാമറ വർക്ക് ബീജിയും അടിപൊളി. എങ്ങനെയുണ്ട് മൂവി? കൊള്ളാം. മോഹൻലാൽ തകർത്തോ? പിന്നെ അടിപൊളി. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്?
ഇഷ്ടമായോ? എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്?